സോ ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. അതുപോലെ നമ്മൾ ശനിയാഴ്ചകളിലെ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ ടോപ്പിക്കാണ് എടുക്കാറുള്ളത്. അതിന്റെ 13ാമത്തെ സെഷനാണ്. റോയ് സാറിലൂടെ നമ്മൾ എന്താണ് സ്ക്രിപ്റ്റ്, നമ്മുടെ തലയിലെഴുത്ത് എന്താണ്, നമ്മൾ കേട്ടിട്ടുണ്ട് തലയിലെഴുത്ത് തിരുത്താൻ പാടില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രാൻസാക്ഷൻ അനാലിസിന്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്ക്രിപ്റ്റ്, അല്ലെങ്കിൽ എന്താണ് തലയിലെഴുത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ റോയ് സാറിന് നമുക്ക് കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം റോയ് സാറിനെ. റോയ് സാർ, യു ആർ വെൽക്കം. Thank you, sir. First of all, I thank for the opportunity provided for me. Thank you. ഞാൻ ഈ ട്രാൻസാക്ഷണൽ അനലൈസിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നപ്പോൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം താല്പര്യം തോന്നിയ ഒരു ഭാഗമായിരുന്നു. അത് കുറേ എൻ്റെ കൗൺസിലിംഗ് രംഗത്തും പ്രായോഗിക ജീവിതത്തിലും ഒക്കെ എനിക്കത് ശരിയാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ഉദാഹരണങ്ങളും ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളൊക്കെ ചെറുപ്പത്തിൽ തലയിലെഴുത്ത് തൂത്താ പോവില്ല എന്നൊക്കെ പറയാറുണ്ട്. നമ്മൾ അതൊക്കെ എന്തോ ദൈവം പണ്ടേ എഴുതി വെച്ചിരിക്കുന്നതാണ്, ഇതുപോലെയൊക്കെയാണ് ഇരിക്കുന്നത്, അത് മാറ്റാനൊക്കത്തില്ല, നമുക്കറിയാൻ മേല, അതുപോലെയൊക്കെ പോവുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും എറിക് ബേൺ എന്ന ന്യൂറോ സർജൻ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന സിദ്ധാന്തം മനഃശാസ്ത്ര രംഗത്ത് വളരെയധികം നൂതനമായ ഒരു അധ്യായമുണ്ടാക്കി. അതിൻ്റെ നൂതനമായൊരു ഭാഗമായിട്ട് മാറി. വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ വിശകലനമാണ് ഈ സിദ്ധാന്തം. കൗൺസിലിംഗ് രംഗത്ത് വ്യക്തികളുടെ പരസ്പര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഈ സിദ്ധാന്തം ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നു. വളരെ ലളിതമായി സാധാരണക്കാരിലോട്ട് പറഞ്ഞു നൽകുവാൻ കഴിയുന്ന പ്രത്യേകതയുള്ള ഈ സിദ്ധാന്തത്തിന് 5 കാര്യങ്ങളുണ്ട്. ഒന്ന്, അനുഭവങ്ങൾ, അതായത് എക്സ്പീരിയൻസ്. 2, തലയിലെഴുത്ത് അഥവാ സ്ക്രിപ്റ്റ്. പിന്നെയുള്ളതാണ് ഈഗോ സ്റ്റേറ്റ്, അതായത് പിതൃഭാഗം, പക്വഭാഗം, ശിശുഭാവം. അടുത്തത് കളികൾ അഥവാ ഗെയിംസ്. 5-മത്തത് സമീപന രീതി അഥവാ ബിഹേവിയർ. ഞാൻ ഇതിനകത്ത് ഈ തലയിലെഴുത്ത് എന്ന് പറയുന്ന ഭാഗമാണ് കൂടുതൽ സാധാരണക്കാരിലേക്ക് വിശദീകരിച്ച് കിട്ടാൻ ഉള്ള ഒരവസരം ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിച്ചത്. ഓരോ മനുഷ്യനും ഒരു തലയിലെഴുത്തുണ്ട്. തലയിലെഴുത്ത് എന്ന രീതിയിൽ ഇവിടെ പരാമർശിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ സ്വഭാവ വിശേഷമാണ് എന്ന് ഇവിടെ എടുത്തു പറയപ്പെടുന്നു. എറിക് ബേൺ. കുട്ടിക്കാലത്ത് ഒരാൾ പഠിച്ച കാര്യങ്ങൾ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിച്ച് അതിൽ എന്താണ് ശരിയല്ലാത്തത് എന്ന് മനസ്സിലാക്കി മാറ്റങ്ങൾ വരുന്നതാണ് തലയിലെഴുത്ത് തിരുത്തുക എന്ന് പറയുന്ന ഭാഗം. ഈ തലച്ചോറിന്റെ വളർച്ച പൂർത്തിയാകാത്ത സമയത്താണ് ഭയവും സംശയവും വൈകാരികതയും നിറഞ്ഞ ആദ്യകാല അനുഭവങ്ങൾ പിന്നീടുള്ള ജീവിതത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് ഉറപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഉറപ്പിക്കപ്പെടുന്ന അത് ചെറുപ്രായത്തിലാണ്. ഒരു മനുഷ്യന്റെ തലയിൽ എഴുതപ്പെടുന്നത് 7 വയസ്സ് വരെയുള്ള പ്രായത്തിലാണ്. ആ കാലഘട്ടത്തിൽ അതിന് വളരെ പ്രധാനപ്പെട്ടത് 2 വയസ്സ് വരെയുള്ള പ്രായമാണ്. അതായത് മുലകുടിക്കുന്ന പ്രായം കഴിയുന്ന ആ അവസരം. പ്രകൃതിയിലെ എല്ലാ സ്ത്രീകളും മുലകുടി പ്രായം കഴിയുന്നതോടെ പ്രായപൂർത്തിയാകുന്നു. ഈ കാലഘട്ടത്തിൽ കിട്ടാത്തതും
കിട്ടാതെ പോയതുമായ സ്നേഹ പരിലാളനങ്ങളുടെയും അംഗീകാരത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും എഴുതുന്ന കഥയുടെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ ഉണ്ടാകുന്നു. അതായത് എന്നെ കൊള്ളില്ല, അല്ലെ എന്നെ കൊള്ളാം. അതുപോലെ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങളെ കൊള്ളിയല്ല, നിങ്ങളെ കൊള്ളാം എന്ന് പറയുന്ന 4 ഭാഗങ്ങൾ. നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് പിറന്നു വീഴുന്നത് കഴിഞ്ഞാൽ മറ്റു ജീവികൾ പിറന്നു വീഴുന്ന പോലെയല്ല. മറ്റു ജീവികൾ പിറന്നു വീണാൽ തന്നെത്താനെ ഈ പറഞ്ഞോണം അമ്മയുടെ ബ്രസ്റ്റിൽ നിന്ന് പാല് കുടിക്കാനൊക്കെ പറ്റും. പക്ഷേ മനുഷ്യന്റെ മക്കൾക്ക്, കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല. അത് അമ്മ കൊടുക്കണം. അപ്പോ ഇങ്ങനെ വളർച്ചയിൽ ഒത്തിരി സ്ലോയാ മറ്റു ജീവികളെക്കാളും മനുഷ്യൻ. ഒന്ന് കമന്ന് വീണ് കിടക്കാനായിട്ട് ഒന്ന് നോക്കണമെങ്കിൽ തന്നെ മാസങ്ങളുടെ പരിശ്രമം വേണം. ഇതാണ് മനുഷ്യൻ്റെ ഒരു കാര്യം. അപ്പോ ഒരു കുട്ടിയുടെ ചെറുപ്രായത്തിൽ വ്യക്തിയുമായി ബന്ധപ്പെട്ട മുതിർന്നവരാൽ എഴുതപ്പെടുന്നതാണ് ഈ തലയിലെഴുത്ത്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി തനിക്ക് ലഭിക്കുന്ന അനുഭവങ്ങൾ തലച്ചോറിൽ ശേഖരിച്ച് ആ വ്യക്തി ഓരോ പ്രശ്നങ്ങളോടും എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ പ്രതികരിക്കണമെന്ന് തീർച്ചപ്പെടുത്തുകയാണ് അന്നേരം. ഈ തീർച്ചപ്പെടലിനെയാണ് നമ്മൾ തലയിൽ എഴുത്ത് എന്ന് പറയുന്നത്. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾ വഴി കുട്ടിക്ക് കിട്ടുന്നതായ അനുഭവങ്ങൾ അത് തലച്ചോറിൽ ശേഖരിച്ചു വയ്ക്കുന്നു. എന്നിട്ട് ആ വ്യക്തി ഓരോ പ്രശ്നങ്ങളോടും എങ്ങനെ കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് തീർച്ചപ്പെടുത്തുന്നു. ഈ തീർച്ചപ്പെടുത്തലാണ് തലയിലെഴുത്തെന്ന് പറയുന്ന ഭാഗം. വ്യക്തി തൻ്റെ ചെറുപ്രായത്തിൽ വ്യക്തിയുമായി ബന്ധപ്പെടുന്ന മുതിർന്നവരാലാണ് ഈ തലയിൽ എഴുതപ്പെടുന്നത്. അതിൽ ഏറ്റവും അടുത്തവർ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്ഥാനം വഹിക്കുന്നവരാണ് എന്ന് മനഃശാസ്ത്രപൂർവ്വം. ഏകദേശം 6 വയസ്സിനു മുൻപ് വ്യക്തിയുടെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിക്കേണ്ട രീതിയിൽ രേഖപ്പെടുത്തുന്ന വസ്തുതകൾ നിരത്തി എറിക് ബേൺ ഇത് വിശദീകരിച്ചു തരും. വളരെ സിമ്പിളായിട്ട് വിശദീകരിച്ചു. അതിൽ ഏറ്റവും പ്രധാനം 3 വയസ്സിന് മുമ്പാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അവിശ്വസനീയമായി നമുക്ക് തോന്നാം. ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം ഞാൻ ഓർക്കുന്നു. എൻ്റെ 2ാമത്തെ കുട്ടി അമ്മയോട് ഭയങ്കരമായ വെറുപ്പും കാണിക്കുന്നത് പോലെ അമ്മയ്ക്ക് തോന്നുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിയിട്ട് എന്ത് ഇതാണ്. കുട്ടിയെ കാണുന്ന ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വേറെ വല്ല അസുഖങ്ങളാണോ എന്നാണോ എന്നുള്ള രീതിയിൽ സമീപിച്ചു. അപ്പോൾ ഒരു കുഴപ്പങ്ങളും കാണുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലായത് എങ്ങനെയാണെന്ന് വെച്ചാൽ അടുത്തടുത്ത 2 പ്രസവമായിരുന്നു ഈ 2ാമത്തെ കുട്ടി. അപ്പോൾ ഇവർ ഉദ്ദേശിക്കാതെയാണ് ഈ ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അത് വളർത്തിക്കൊണ്ട് പോവുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞിനെ അങ്ങ് അബോർട്ട് ചെയ്യാമെന്ന് ഈ മാതാവ് തീരുമാനിച്ചു. പക്ഷേ ഭർത്താവിനോട് അതിന് പിതാവിൻ്റെ അടുത്തേക്ക് വേണ്ട, അത് വേണ്ട, സാരമില്ല, നമ്മൾ ഇത്ര ബുദ്ധിമുട്ട് സഹിച്ചാൽ അവനെ വളർത്തണം എന്ന് പറഞ്ഞു എന്ന ഒരു ഫാക്റ്റാണ് ഈ കുട്ടിയിൽ ഇങ്ങനെയുള്ള പ്രതികരണം ഉണ്ടാക്കിയത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുക. ഈ കുട്ടി എങ്ങനെയാണ് അറിയുന്നത്? കുട്ടി ഗർഭപാത്രത്തിൽ കിടന്നപ്പോഴല്ലേ ഇത്.
പക്ഷെ ഒരു കാര്യം ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്ത പ്രവർത്തികളൊക്കെ ചെയ്യുമ്പോൾ ചുമ്മാ ഇങ്ങനെ പ്രതികരിക്കും. അപ്പോൾ നാശം, ഇവനെ ഈ വേണ്ടാന്ന് ഞാൻ അന്ന് പറഞ്ഞതാ, ഇദ്ദേഹമാണ് ഈ കുഴപ്പമുണ്ടാക്കിയത് എന്ന് ചുമ്മാ ആ നേരത്തെ ഇതിൽ പറഞ്ഞു പോയിട്ടുണ്ടാവണം. അതൊക്കെ കുട്ടിയിൽ മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെന്നും, ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഇതുകൊണ്ടാണെന്നും അമ്മ എന്നെ വേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതുമാണ് എന്ന് ആ കുട്ടി മനസ്സിലാക്കി കാണാനുള്ള സാഹചര്യമാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു സൈക്കോളജിക്കൽ അപ്രോച്ചായിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത്, ഇത്രയും ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ഇതുപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാലും, പ്രസവം കഴിയുമ്പോഴും ഇത് വരുമ്പോൾ സാധാരണ മാതാപിതാക്കൾ പറയാറുണ്ട്, അമ്മ ഒക്കെ പറയാറുണ്ട് ഇഷ്ടപ്പെടാതെ വരും. കുറെ കഴിഞ്ഞിട്ട് കുട്ടി അമ്മ വേറെ എന്തെങ്കിലും പശു കാണിച്ചു, ഉടനെ കുട്ടിയെ തല്ലാനായിട്ട് ഓടിക്കും. അപ്പോൾ മുറ്റത്തിന് ഇട്ട് ഓടി. അപ്പോൾ ഓടുന്ന അവസരത്തിൽ ചിലപ്പോൾ അമ്മ വിളിച്ചോളൂ, ഈ പോണ വഴിക്ക് തട്ടി വീണ് ചാവും എന്നൊക്കെ പറയും. പക്ഷെ കുട്ടി അത് മനസ്സിലാക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ കാണിച്ച പോക്കിരിത്തരത്തിനാണ് അമ്മ ഏതാണ്ടൊക്കെ വഴക്ക് പറഞ്ഞു എന്നുള്ള രീതിയിൽ ആണ് കാണാറുള്ളത്. പക്ഷെ ഇത് കുട്ടിയിൽ ഇംപ്രസീവ് ആയി പോയതാണ് പ്രശ്നം ഉണ്ടാക്കിയത് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ഫാക്ട് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. തലയിലെഴുത്തിൽ മാറ്റം വരുത്തിയാണ് ഈ കൗൺസിലിംഗ് രംഗത്ത് വ്യക്തിയെ പ്രശ്ന സങ്കീർണതയിൽ നിന്നും വഴിമാറ്റുന്നത്. അതിനുള്ള ധാരാളം മാർഗങ്ങളുണ്ട്. ഹിപ്നോട്ടിസം, NLP, അതുപോലെ തന്നെ സൈക്കോതെറാപ്പി. അങ്ങനെ ആഴത്തിലുള്ളതായ ഇതുപോലെയുള്ള തലയിലെഴുത്തുകളിൽ കാണുന്ന ചില കാര്യങ്ങൾ മാറ്റിയെടുക്കുവാൻ സാധിക്കും എന്ന് സയൻസ് തെളിയിച്ചിട്ടുണ്ട്, മനഃശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. ഈ തലയിലെഴുത്ത് എന്ന് പറയുന്നത് കുടുംബം, സമുദായം, പ്രദേശം ഇവയിലെല്ലാം വളരെയധികം സ്വാധീനം ചെലുത്തുന്നു. ഉദാഹരണം, ഇതെല്ലാം ഓരോ സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തുള്ളവരൊക്കെ പൊതുവായ ചില സ്വഭാവവിശേഷമുള്ളവരായി. അതുപോലെ തന്നെ രാജ്യത്തിനുമുണ്ടൊരു സ്ക്രിപ്റ്റ്. ഇന്ത്യക്കാരൻ്റെ ചില സ്വഭാവവിശേഷങ്ങളുണ്ട്. ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന അവർക്ക് സായിപ്പന്മാർക്ക് വേറെ സ്വഭാവവിശേഷമുണ്ട്. ഇതെല്ലാം പ്രദേശത്തിൻ്റെ സ്ക്രിപ്റ്റായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണമാണ് ഈ തലയിലെഴുത്ത് എന്നും പറയുന്നത്. സ്വഭാവ രൂപീകരണം ഈ തലയിലെഴുത്ത്. പക്ഷെ ഒറ്റപ്പെട്ട വീഡിയോ സംഭവങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഏതായാലും പഴയ കാലത്ത് ഈ കുലീനത, തറവാട്ടിത്തം, കുടുംബമഹിമ, സദാചാരം, ധാർമ്മികത എന്നെല്ലാം പറയുന്ന ചില കാര്യങ്ങളുണ്ടാകുന്നു കുടുംബത്തെക്കുറിച്ചുമൊക്കെ. അതിന് നമുക്ക് കുടുംബത്തിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയാം. ഇതെല്ലാം കീപ്പ് ചെയ്യുന്ന വ്യക്തികൾക്ക് കുടുംബ സ്ക്രിപ്റ്റ് എന്ന് പറയും. ഇതുള്ളപ്പോൾ തെറ്റുകളിൽ നിന്നും ചീത്ത ശീലങ്ങളിൽ നിന്നും അസത്യത്തിൻ്റെ മാർഗങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ എളുപ്പമാണ് എന്നാണ് പറയുന്നത്. ഈ പറയുന്ന സാഹചര്യങ്ങളിൽ വളരുന്ന, കുടുംബത്തിൽ വളരുന്ന കുട്ടികൾക്ക് ഈ അസത്യത്തിൻ്റെ മാർഗങ്ങളിൽ നിന്നും, അതായത് ചീത്ത ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കാൻ എളുപ്പമാണ് എന്ന് പറയും. പക്ഷേ അങ്ങനെയുള്ളവർ ഈ കുടുംബ സാഹചര്യം വിട്ട് മറ്റുള്ളവരുടെ കൂട്ടുകെട്ടിലേക്ക് പോയാൽ എന്തു പറ്റും? അത് മാറി. ഇപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മൂല്യവും കൽപ്പിക്കാത്ത ആണെങ്കിൽ ആ പ്രദേശത്തുള്ളതെങ്കിലും അത് ആ പ്രദേശത്തിൻ്റെ തലയിലെഴുത്ത് അല്ലെങ്കിൽ കുടുംബമായിട്ട് കുടുംബ സ്ക്രിപ്റ്റായിട്ട് മാറും. അതിശക്തമായ കുടുംബ തലയിലെഴുത്ത് പ്രതികൂല സാഹചര്യങ്ങളെ മറികടക്കാൻ വ്യക്തിക്ക് കഴിയും.
അതിശക്തമായ കുടുംബ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ വക കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ കുടുംബത്തിന് ചേരുന്നതല്ല എന്ന് പറയുന്ന ചില ക്വാളിറ്റീസ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും ആ കുട്ടികൾ അവർ മാറിപ്പോവുകയും എന്തെങ്കിലും വിട്ടുവീഴ്ചകൾ ഈ കുടുംബ സ്ക്രിപ്റ്റിൽ നൽകിയാൽ കുടുംബാംഗങ്ങളിൽ നിന്നും വളരെ വ്യതിയാനം വരുന്നതായി കാണപ്പെടുന്നുണ്ട്. അതായത് വിട്ടുവീഴ്ചകൾ കൊടുത്താൽ ചില കാര്യങ്ങൾ വരാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഞാൻ അതിലൊരു ഉദാഹരണം പറയുക. ഈ ഉലഹന്നാൻ സാറ ദമ്പതികൾ എന്ന് പറയുന്ന വളരെ കുലീനതയുള്ള പേരെടുത്ത ഒരു കുടുംബത്തിലെ കുടുംബനാഥനും നാദികയുമാണ്. അവർക്ക് 2 പെൺകുട്ടികളും. അവർ മൂത്തയാളെ 8ാം ക്ലാസ്സിലും രണ്ടാമത്തെ ആളെ 5ാം ക്ലാസ്സിലും പഠിക്കുന്നു. അങ്ങനെ 2 കുട്ടികളുണ്ട്. അപ്പോ ഇവരുടെ തന്നെ ഈ ഉലഹന്നാന്റെ ഭാര്യയുടെ ചേടത്തിയുടെ ഒരു മകള് പ്രായമുള്ള ഒരു കൗമാരപ്രായക്കാരിയായ ഒരാള് ഒരു മറ്റു ജാതിയിൽപ്പെട്ട ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ് ആയിരുന്നു പെട്ട ഒരു യുവാവുമായിട്ട് പ്രണയത്തിലായിരുന്നു മാത്രമല്ല ഒരു വിവാഹം കഴിക്കുന്ന കാര്യങ്ങളെല്ലാം ആലോചിക്കുന്ന സ്റ്റേജിൽ വന്നപ്പോൾ വീട്ടുകാരിലുണ്ടായ ബുദ്ധിമുട്ട് നമുക്ക് ഊഹിക്കാവുന്നതാണ്. അവരെ ഉൾക്കൊണ്ടില്ല. അത് തന്നെയല്ല, ഈ 2 വീട്ടുകാരും, അതായത് പയ്യന്റെ വീട്ടുകാരും ഈ സ്ത്രീയുടെ വീട്ടുകാരും യുവതിയുടെ വീട്ടുകാരും വീട്ടിൽ നിന്ന് ഉൾക്കൊണ്ടില്ല, ഇറക്കി വിട്ടു. ഈ ഉലഹന്നാൻ സാറ ദമ്പതികൾ ഈ കുട്ടികളോടൊരു അടുപ്പം തോന്നി അവരെ 2 പേരെയും വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് അവരുടെ വിവാഹം നടത്തിക്കൊടുത്തു. കാലം കഴിഞ്ഞു പോയി. കുറെ കഴിഞ്ഞ് ഈ മൂത്ത കുട്ടി, ഉലഹന്നാന്റെ മൂത്ത കുട്ടി ബാംഗ്ലൂരായിട്ട് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രേമ ബന്ധത്തിൽ ചാടി വന്നു. ഏതായാലും അത് ഇവിടെ അല്ലാത്തത് കൊണ്ട് വളരെ രഹസ്യമായി തന്നെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അടിതെത്തി. അതൊന്നും വല്ല 2ാമത്തെ കുട്ടിയും ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലൊരു വിഷയമുണ്ടായി. പിന്നെ പെട്ടെന്ന് തന്നെ പഠിത്തം നിർത്തി ഒരു വിവാഹാലോചന നടത്തി വിവാഹം കഴിച്ച് വിട്ടു. അങ്ങനെ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത്ര കുലീന കുടുംബത്തിലെ അതുപോലെ ജീവിച്ച 2 കുട്ടികൾക്ക് ഇതുപോലൊരു സംഭവത്തിൻ്റെ പുറത്ത് അതെല്ലാം മാറി വ്യത്യാസം വരുത്തുവാൻ വളരെ സഹായിച്ചു എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കി, തലയിലെഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ അറിയാതെ തന്നെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതും പിന്നീടുള്ള അവസരങ്ങളിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലാക്കി ശരിയായി ഉൾക്കൊള്ളുകയും തെറ്റാണെന്ന് പറഞ്ഞത് തള്ളുകയൊക്കെ ചെയ്ത് ആണ് ഈ തലയിലെഴുപ്പ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറുപ്പകാലത്ത് വരുന്ന ഈ കാര്യങ്ങൾ പ്രായമാകും തോറും അത് സ്ഥിരമായ ഒരു തലയിലെഴുത്താക്കി രൂപപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ, ഞാൻ പറഞ്ഞല്ലോ, മുതിർന്നവരാൽ ആണ് ഈ തലയിലെഴുത്ത് നമ്മളിൽ ഉണ്ടാക്കി തരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കുട്ടികളെ കളവ് പറയുവാൻ അറിയാതെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ മുതിർന്നവരറിയാതെ പകർത്തുന്ന ഒരു എക്സാമ്പിൾ പറയാം. കുറെ പിരിവുകാര് ഒരു വീട്ടിലേക്ക് വരിക. അപ്പോൾ പിതാവ് കണ്ടു, ഉടനെ മോനെ വിളിച്ചേച്ച് പറഞ്ഞു, എടാ കൊച്ചുകുട്ടികൾ വിളിച്ചു പറഞ്ഞു, മോനെ
അവരിങ്ങ് വരുമ്പോഴേ ഞാൻ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞേക്കാം, ഞാൻ അകത്ത മുറിയിലുണ്ട്, ഇവിടെ ഇല്ല എന്ന് പറയണം, ഇവർ പൊക്കോട്ടെ എന്ന് പറയും. അപ്പോൾ കുട്ടി എന്താണ് മനസ്സിലാക്കേണ്ടത്? അപ്പോൾ ഇതുപോലെ നമ്മൾ അറിയാതെ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് വലിയ കാര്യമായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും കുട്ടികളിൽ അത് എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ മനസ്സിലാക്കും എന്നതാണ് ഇത് തലയിലെഴുത്ത് ഫോം ചെയ്യുന്ന ഒരു കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ഞാൻ പറയും. വേറൊരാളുടെ ഒരു കുട്ടി 7-ാം വയസ്സ് ബർത്ത്ഡേ ഒക്കെ, ഇന്നത്തെ കാലഘട്ടത്തിൽ ബർത്ത്ഡേ ഒക്കെ നന്നായിട്ട് ആഘോഷിക്കും. അപ്പോൾ 7-ാം വയസ്സ് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് കഴിഞ്ഞപ്പോൾ ഇവരൊക്കെ പറഞ്ഞു, മോനെ ഇന്നൊരു സിനിമ കാണാൻ പോകാൻ തീരുമാനിച്ചു. സിനിമാ തിയേറ്ററിൽ ചെന്നപ്പോൾ ഈ 5 വയസ്സിന് മുകളിലേക്കുള്ള പ്രായമുള്ളവർക്ക് ടിക്കറ്റ് എടുക്കും. അപ്പോൾ ഇവന് ടിക്കറ്റ് എടുക്കുന്നത് വേണ്ട വേണ്ട, ഇവന് 4 വയസ്സേ ആയുള്ളൂ എന്ന് അപ്പനും അമ്മയും ഒരേ സ്വരത്തിൽ പറഞ്ഞു. അപ്പോൾ 7-ാം വയസ്സ് ബർത്ത്ഡേ ആഘോഷിച്ച കുട്ടി വളരെ അത്ഭുതത്തോടെ അപ്പൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കും. ഇപ്പം ഞാൻ പറയുന്നത് തലയിലെഴുത്ത് ഫോം ചെയ്യുന്നത് എങ്ങനെ ആണെന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പം നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ വന്നു ചേരും. അത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, പക്ഷെ കുട്ടികളിൽ അതിൽ വളരെയധികം പ്രധാനപ്പെട്ട റോള് വഹിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിന് ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ മൾട്ടിനാഷണൽ കമ്പനികളിലും ഒക്കെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ ഈ വൈകാരിക പക്വതയുണ്ടോ എന്ന് അന്വേഷിക്കാറുണ്ട്. കാരണം വൈകാരിക പക്വത ഉള്ളവർ ജീവിത വിജയം നേടുന്നതിന് വളരെ എളുപ്പമാണെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും അത് അവർ ഈ ബുദ്ധി വൈഭവവും വൈകാരിക പക്വതയും ഉന്നതങ്ങളിലെത്താൻ നല്ലതാണെന്നും വ്യക്തിക്ക് അത് നല്ലതാണെന്നും തൻ്റെ എംപ്ലോയീസ് അങ്ങനെയൊക്കെ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇൻ്റർവ്യൂവിലെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. ഇവിടെ ഞാൻ പറയുന്നത് ഈ ഒരു പെൺകുട്ടി, ക്വാളിഫൈഡ് ആയിട്ട് വരുന്ന ഒരു പെൺകുട്ടി ഇൻ്റർവ്യൂവിന് വരിക. അപ്പോൾ അവിടെ വന്നപ്പോൾ ഇൻ്റർവ്യൂകൾ ചോദിച്ചു, വിവാഹിതയാണോ? അല്ല, ഞാൻ വിവാഹിതയല്ല. മറ്റേ വിശേഷങ്ങളൊക്കെ ചോദിച്ച കൂട്ടത്തിൽ എത്ര കുട്ടികളുണ്ട് എന്നൊരു ചോദ്യം ഈ കുട്ടിയോട് ചോദിച്ചു. കുട്ടി അങ്ങോട്ട് പൊട്ടിത്തെറിച്ചു. എന്നാ ഇത്, ഞാൻ വിവാഹം കഴിച്ചതല്ലെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ അപമാനിക്കുവാണോ? കുട്ടികളുണ്ടെന്ന് പറഞ്ഞു ഒന്ന് പൊട്ടിത്തെറിച്ചു. ഭയങ്കരമായ ബഹളമകത്ത്. അപ്പോൾ പുറമേ നിന്നവർ എന്താ സംഭവിച്ചു? ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിൽ സ്ത്രീ പീഡനം നടന്നു എന്നൊക്കെ ആൾക്കാർ ധരിക്കുള്ളൂ. ഏതായാലും അവിടെ പ്രശ്നങ്ങളായി. അപ്പം ഞാൻ പറഞ്ഞത് അവിടെ വൈകാരിക പക്വത ആ കുട്ടിയിലുണ്ടായില്ല. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിനെ എടുക്കണ്ട എന്നുള്ളതാണ് അവർ തീരുമാനിച്ചത്. പക്ഷേ ഈ വൈകാരിക പക്വത എന്ന് പറയുന്നത്, കാരണം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞാൻ വിവാഹിതയല്ല, ഇത് കുട്ടികളില്ല എന്ന് സൗമ്യമായി പറയുന്നതിന് പകരം ഇവിടെ പൊട്ടിത്തെറി. ഇതാണ് ഞാൻ ഈ വൈകാരിക പക്വതയുടെ കാര്യം പറഞ്ഞത്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് വളരുന്ന സാഹചര്യത്തിലാണ്. അതുതന്നെയാണ് നമ്മുടെ തലയിലെഴുത്തായിട്ട് കടിഞ്ഞപ്പെടുന്നത്. 6 വയസ്സ് കഴിയുമ്പോൾ തന്നെ വൈകാരികമായ കോശങ്ങൾ പൂർണ്ണ വളർച്ചയിലെത്തുന്നു എന്നാണ് പറയുന്നത്. 6 വയസ്സ് കഴിയുമ്പോൾ തന്നെ. ഈ കാലഘട്ടത്തിൽ കുട്ടിയോട് മുതിർന്നവരും മാതാപിതാക്കളും പെരുമാറുന്ന രീതിയാണ് യഥാർത്ഥ സ്വഭാവവിശേഷമായി മാറുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വന്ന് ചേരുന്ന ഈ എഴുത്ത് ദൃഢപ്പെടുത്തുന്നത് പിന്നെ തുടർന്ന് അങ്ങോട്ട് അതേ രീതിയിൽ പോകും. അതുകൊണ്ടാണ് ഈ പറയുന്ന കാര്യത്തിൽ വൈകാരിക കോശങ്ങൾക്ക് പൂർണ്ണ വളർച്ച എത്തുന്ന സമയത്ത് അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുന്നു. പിന്നെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മുതിർന്നവർ കാണിക്കുന്ന വികാരങ്ങൾ തലച്ചോറിൽ രേഖപ്പെടുത്തുന്നു. അപ്പോൾ പല പ്രശ്നങ്ങളും ഇപ്പോൾ കുടുംബത്തിലായാലും മറ്റിടത്തുമൊക്കെ ഉണ്ടാവുമ്പോൾ അതെങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ഈ കുട്ടികൾ മനസ്സിലാക്കി വയ്ക്കുന്നു. ഇത് അവരുടെ തലയിലെഴുത്തിൽ പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് ഒരു സ്വഭാവവിശേഷമായിട്ട് മാറും. ഉദാഹരണത്തിന് നമ്മൾ കുട്ടികളായ ഈ വാളംപുളി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ വായിൽ ഉമിനീര് രസമുണ്ടാകും. അങ്ങനെ വരേണ്ട കാര്യമില്ല. ഉമിനീരിൻ്റെ ആവശ്യം ഇങ്ങനെ വരേണ്ട ഒരാവശ്യവുമില്ല. പുളി നമ്മൾ കഴിച്ചില്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പഴയ കാലത്ത്
ചെറുപ്പകാലത്ത് നമ്മൾ കുഴി നിന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുക. അതുപോലെയാണ് തലച്ചോറിൽ തലയിലെഴുത്ത് രൂപപ്പെടുന്നത് എന്ന് പറയാനായിട്ട് ഞാനൊരു എക്സാമ്പിൾ കൂട്ടിയിരുന്നു. അപ്പോ ഉമിനീർ ഗ്രന്ഥികൾ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യും. അതെങ്ങനെയാ? പണ്ടൊരിക്കൽ പുളി നിന്നപ്പോൾ ഉണ്ടായ അനുഭവം ഇതുപോലെയാണ്. കാലാകാലങ്ങളിൽ കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സമൂഹത്തിൽ നിന്നും ഒക്കെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അത് ദൃഢമായി നമ്മുടെ തലയിലെഴുത്തായി മാറിക്കിടക്കുകയും ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഏതായാലും ശോഭനമായ ഒരു വിവാഹ ജീവിതം നയിക്കണമെങ്കിൽ എന്ത് വേണം? മാതാപിതാക്കളിൽ നിന്നും കണ്ടുപിടിക്കണം. സ്വഭാവവിശേഷങ്ങൾ അല്ലാണ്ട് എവിടുന്ന് കാണും? ഇപ്പൊ സിനിമ കണ്ടാല് ഒരു കുടുംബജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. കാരണം ഒരാൾ സ്ക്രിപ്റ്റ് എഴുതി വേറൊരാള് അഭിനയിക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത് ഇതുപോലെ കുറേയും കൂടെ ഇതായി വരണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കുന്ന ഭാഗങ്ങളാണ്. പക്ഷേ കുടുംബജീവിതത്തിൽ കണ്ടു അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബജീവിതം അല്ലെങ്കിൽ മറ്റുള്ളവർ കണ്ടു വളരുന്നത് പോലെ സിനിമ കണ്ടാലും സീരിയൽ കണ്ടാലും ഒന്നും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുടുംബജീവിതത്തിൽ നിന്നും നല്ല വിവാഹ ജീവിതം നയിക്കണമെങ്കിൽ കുടുംബജീവിതത്തിൽ നിന്നും പഠിക്കും. അപ്പോൾ ഞാൻ വളരെ കുറച്ച് സമയം കൊണ്ട് ഈ തലയിലെഴുത്തിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചതാണ്. അത് എന്തുമാത്രം ഇതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എങ്കിലും PA എന്ന വിഷയം ഒരു മഹാസമുദ്രം പോലെയാണ്, വിസ്തൃതമാണ്. അതിൻ്റെ ചെറിയ ഭാഗം മാത്രമേ ഞാനിവിടെ വിശദീകരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ പല ക്ലാസ്സുകളിലായി പല ഭാഗങ്ങൾ പറഞ്ഞുവെങ്കിലും ഈ തലയിലെഴുത്ത് എന്ന് പറയുന്ന ഭാഗവും അതിൻ്റെ ഇൻഫ്ലുവൻസും അതിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ചെറുപ്പകാലത്ത് ഉണ്ടാക്കുന്ന കാര്യങ്ങളും എൻ്റെ അനുഭവത്തിൽ നിന്നും എക്സാമ്പിളിൽ നിന്നും ഒക്കെ കിട്ടിയത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. എന്നെ ശ്രമിച്ച എല്ലാവർക്കും വളരെയധികം അഭിനന്ദനങ്ങളും താങ്ക്സ്. ഇത്രയൊക്കെയാണ് ഈ കാര്യത്തെ. ഓക്കെ, താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു സാർ. തീർച്ചയായിട്ടും എന്താണ് തലയിലെഴുത്ത്, അതെന്നാണ് സംഭവിക്കുന്നത്, എപ്പോഴാണ് അതിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഒരു 7 വയസ്സിന് താഴെയുള്ള കാലഘട്ടങ്ങളിൽ പല തലങ്ങളിലൂടെ കുട്ടികൾക്ക് കിട്ടുന്നത് തുടർച്ച പോലെ പ്രായമുള്ള സമയങ്ങളിലും കൊണ്ടുപോകും. പലപ്പോഴും പല തലയെഴുത്തുകൾ നമ്മൾ തിരുത്താറുണ്ട്, പക്ഷെ തിരുത്തപ്പെടാത്തത് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പൊ റോയ് സാർ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നു. താങ്ക് യു വെരി മച്ച് സാർ. മുരളീധരൻ സാർ പറഞ്ഞോളൂ. മുരളീധരൻ സാർ പറയും. വളരെ സന്തോഷം സാർ, എന്താണ് കുടിച്ചെത്തിയതാണ് റോയ് സാറിന്റെ ക്ലാസ് കേൾക്കാന്നുള്ള സന്തോഷത്തിൽ. ഈ തലയിലെഴുത്ത് അതിനെക്കുറിച്ച് പറയുമ്പം 1000 നാവുകള് എല്ലാവർക്കും. സാറ് അതിന്റെ വെറും സത്യങ്ങളാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, നാം ചിന്തിക്കുന്ന രീതിയിൽ നിന്നൊരു അല്പം കൂടി കടന്നാണ് സാറ് ചിന്തിച്ചത്. നമ്മള് പറയാറുണ്ട്, അമ്മ ഗർഭിണിയായിരിക്കുന്ന കുട്ടിയെ ഗർഭം ധരിച്ചിരിക്കുന്ന ആ സമയത്ത് അമ്മ ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്. അമ്മയുടേതായ തിരക്കിലും ഒക്കെ പെട്ട് മുന്നോട്ട് പോവുകയാണ്. പക്ഷെ അമ്മ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ ചലനങ്ങൾ അറിയുന്നത്. കുട്ടി ചവിട്ടുന്നതായിട്ടും എല്ലാം അനുഭവപ്പെടുന്നു. അമ്മയ്ക്ക് വേദനയോടുകൂടിയാണ് അമ്മ ആ വേദന അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് തന്റെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയുടെ ചലനങ്ങൾ അറിയുന്നത്. ഈ കുട്ടി പ്രസവിച്ചൊക്കെ കഴിഞ്ഞ ആളുകളുടെയൊക്കെ സംസാരിക്കുമ്പോൾ കുട്ടിയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഇവൻ എന്തൊരു ചവിട്ടാണ് എന്നെ അന്ന് ചവിട്ടിയിരുന്നത്. അതിന്റെ ആ സമയത്ത് അമ്മ തൻ്റെ വയറില് ചെറുതായിട്ട് തടവി ശാന്തമാക്കുന്ന ഒരവസ്ഥയാണ്. അമ്മ അസ്വസ്ഥമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ആ തടവലും ആ ചവിട്ടൊന്നും
അമ്മയ്ക്ക് കിട്ടില്ല, ആ ഇളക്കങ്ങളൊന്നും അമ്മയ്ക്ക് കിട്ടില്ല. അത് എങ്ങനെയാണ് കുട്ടി മനസ്സിലാക്കിയത് അമ്മ ശാന്തിയിലല്ല എന്നുള്ളത്? അമ്മ ശാന്തിയിലാവുമ്പോൾ മാത്രമേ അമ്മയുടെ കൈകള് ആ വയറോട് ചേർന്ന് കുട്ടിയെ തലോടുന്നത്. നമ്മൾ തമാശന് ചിലപ്പോൾ പറയാറുണ്ട്, ഭർത്താവിനോട് ഭാര്യ പറയും, ദേ അവന്റെ ചലനങ്ങൾ ഇങ്ങവാ, ആ ചെവി ഈ വയറിലോട്ട് ചേർത്ത് വെക്ക്. പറയുന്നത് കുസൃതിക്കാണെങ്കിലും ആ വ്യക്തിക്കും അതറിയാൻ കഴിയും, അതിനുള്ള കുട്ടിക്കും അതറിയാൻ കഴിയും. അത് ആ കുട്ടിയുടെ തലയിലെഴുത്തിന്റെ ഒന്നാം പാഠമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. സ്നേഹം എന്ന വികാരം അവന്റെ തലയിൽ എഴുതപ്പെടുന്ന നിമിഷമാണ് അത്. എന്തായാലും ശക്തമായ ഭാവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം പുറത്തു വരുമ്പോൾ നമ്മുടെ പേരൻസിൽ നിന്ന് വികൃതമായ ഭാവങ്ങളാണ് കുട്ടിക്ക് കിട്ടുന്നതെങ്കിൽ പുറത്തു വരുമ്പോൾ അവൻ കാണിക്കുന്നത് വികൃതമായ തലയിലെഴുത്തിന്റെ റിസൾട്ടാണ് എന്നാണ് സാറ് കൃത്യമായിട്ടും പറഞ്ഞത്. അത് 100% ശരിവെച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ സാർ, താങ്ക് യു. ഇനി ആർക്കാണ് ഷെയർ ചെയ്യാനുള്ളത്? സോണി സാർ, സണ്ണി സാർ കേൾക്കാവോ? റോയ്സാറിന്റെ ക്ലാസ് വളരെ സിമ്പിളായിട്ടും ഉദാഹരണങ്ങൾ നിരത്തിയുമുള്ളത് വളരെ ഹൃദ്യമായിരുന്നു. അതുപോലുള്ള ഈ തലയിലെടുത്ത് എങ്ങനെ മാറ്റാം എന്നുള്ള ഒരു ക്ലാസ് കൂടി ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നു. തലയിലെടുത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലായി, തലയിലെടുത്ത് എങ്ങനെ മാറ്റാം എന്നുള്ളതോട് ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലുള്ളവരുണ്ടെങ്കിൽ എടുക്കുന്നത് നന്നായിരിക്കും. താങ്ക് യു റോയ്സാറിന് നന്ദി. തീർച്ചയായിട്ടും നമ്മൾ എടുക്കുന്നതായിരിക്കും സാർ. അത് നമ്മള് തലയിലെഴുത്ത് ഉണ്ടാകാൻ കാരണം മാതാപിതാക്കളാണെങ്കിലും അത് മാറ്റാൻ നമ്മുടെ ഉത്തരവാദിത്തം, അവരവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. തീർച്ചയായിട്ടും അതിലേക്ക് ക്ലാസ്സുകൾ വരും. പിന്നെ വേറെ പത്മമാം. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ ക്ലാസ് ആയിരുന്നെങ്കിലും സാറിന്റെ ക്ലാസ്, എന്നാലും അത് കുറെ ഉദാഹരണങ്ങളിലൂടെ വളരെ സൗമ്യമായിട്ട് വിവരിച്ച് നല്ലൊരു രസമുണ്ടായിരുന്നു. കുറച്ച് സമയമാണെങ്കിലും തലയിലെഴുത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടേ കേൾക്കുന്ന തലയിലെഴുത്ത് മാറ്റാൻ പറ്റില്ല എന്നാണ് പറയാ. നമ്മളെ കൗൺസിലിംഗ് പഠിപ്പിച്ച ജയപ്രകാശ് സാർ പറയായിരുന്നു, നമ്മളെ തലയിലെഴുത്ത് നമുക്ക് തിരുത്താൻ പറ്റും, അതെല്ലാം പണ്ട് പറയുന്നതാണ്, പക്ഷെ ഇന്നത്തെ കാലത്ത് നമുക്ക് വിചാരിച്ചാൽ തിരുത്താൻ പറ്റും എന്നുള്ളത്. അതിപ്പോ ഈ സാറ് പറഞ്ഞ പോലെ തന്നെ അതിന്റെ നല്ലൊരു ക്ലാസ് കിട്ടിയെങ്കിൽ വളരെ നല്ലതായിരിക്കുമായിരുന്നു. പിന്നെ സാറ് പറഞ്ഞ ഉദാഹരണങ്ങളും എല്ലാം നല്ലൊരു കഥ പോലെ തോന്നി, അതിങ്ങനെ കേട്ടോണ്ടിരിക്കും പറയുന്നത് വളരെ നന്നായിരുന്നു. അപ്പൊ എനിക്കും തോന്നിയതാ, നമ്മളിപ്പോ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ ആണ് ഹിറ്റ്ലർ എന്നല്ലേ പറയുന്നത്. അപ്പൊ ഹിറ്റ്ലറുടെ ചെറുപ്പകാലം എന്ന് വെച്ചാൽ അത്രയും ഒരു ക്രൂരനായ അച്ഛൻ്റെ അടുത്ത് നിന്ന് അനുഭവിച്ച അതായിരിക്കും അയാളെ തലയിൽ പതിഞ്ഞ് അത് ലോകത്തിന്റെ തലയിൽ എഴുത്തന്നെ മാറ്റുന്ന സ്ഥിതിയിലേക്ക് എത്തി. ആ വ്യക്തിന്റെ മാത്രമല്ല തലയിലെഴുത്ത്, ആ തലയിലെഴുത്തുകൊണ്ട് ലോകത്തിന് തന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നൊരു തലത്തിലേക്ക് എത്തിച്ചേർന്നത്. അതാണ് ഓർമ്മ വന്നത്. പിന്നെ ഇതില് സാറ് പറഞ്ഞ പോലെ തന്നെ അമ്മമാരുടെ ആ ഒരു കാര്യവും അതെല്ലാം ശരിക്കും സത്യം തന്നെയാണെന്ന് തോന്നുന്നു. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്, ഒരു കാലത്ത് ഗൾഫിലുള്ളവരെ ഒക്കെ കല്യാണം കഴിച്ച് ഭാര്യേനെ അവിടെ വിട്ട് അവര് ഗൾഫിൽ പോകും. അപ്പോ ഭാര്യ അപ്പോ പ്രഗ്നന്റ് ആവും. അപ്പോ ആ ഒരു കാലഘട്ടത്തില് അവര് ജീവിക്കുന്ന ആ ഒരു മാനസിക വിഷമവും അതെല്ലാം ശരിക്കും നമ്മളെ ചുറ്റുപാടുള്ള പലരും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ കുട്ടികൾക്ക് ഈ അച്ഛനുമായിട്ട് പ്രഗ്നന്റ് ആയ കാലത്തും അവർക്ക് ആ ഒരു അടുപ്പം കിട്ടൂല. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഒരു ഇടപഴകുമ്പോഴുള്ള ഒരു മറ്റൊരാളെ ഉള്ളിന്ന് കുട്ടി അറിയുന്ന ഒരു ഇതുണ്ടാവില്ല, അത് കിട്ടുന്നുണ്ടാവില്ല. അതുപോലെ വളർന്ന് 1 വയസ്സ് 2 വയസ്സെല്ലാം ആകുമ്പോ കുട്ടി കാണുന്നുള്ളൂ അച്ഛന്. ആ കുട്ടിക്ക് അത്ര ഒരു അടുപ്പം വരുമോ എന്നാണ് തോന്നുന്നത്. അധികം ആർക്കും അങ്ങനെ കാണുന്നില്ല. അച്ഛൻ എന്ന് പറയുമ്പോ
എപ്പോ വരുന്ന അവർ പോലെ അങ്ങനെയുള്ളൊരു രീതി. പിന്നെ അവരത് ഉണ്ടാക്കി കൊണ്ടുവരുന്ന പോലെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടിയുള്ളൊരു ക്ലാസ് ഇന്നത്തെ കാലത്ത്. പക്ഷെ അതിനെപ്പറ്റി അറിഞ്ഞതിന് ശേഷം പിന്നെ കുറേ ആൾക്കാർ എന്തായാലും ഒരു കുട്ടികൾ ഉണ്ടാവുന്ന സമയം, അവർ പ്രഗ്നൻ്റ് ആയ സമയം എല്ലാം രണ്ടുപേരും ഒരുമിച്ചുണ്ടാകണം എന്നുള്ള ഒരു ചിന്താഗതിയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെയുള്ള കാലം. ഇത് കുറച്ച് കൊല്ലം മുമ്പുള്ള കാലമാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെയും ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നലുണ്ട് ഇതുകൊണ്ടായിരിക്കും അവർക്ക് അങ്ങനെയുള്ള ഇത്. അതിന് നല്ലൊരു ക്ലാസ് തന്നു, ചിന്തിപ്പിക്കുന്നൊരു ക്ലാസ് തന്നത് സാറിന് താങ്ക് യു. ഓക്കെ, വത്സമ മാം. സാറ് ജയൻ സാറ് ഉണ്ടെന്ന് തോന്നുന്നു. ജയൻസ് താങ്ക് യു സർ. തലയിലെഴുത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയാണ് സാർ ഇന്ന് റോയ് സാർ വിവരിച്ചു തന്നത്. ഗർഭാവസ്ഥയിൽ തുടങ്ങി കുഞ്ഞ് ജനിക്കുന്ന സമയം മുതൽ അന്ന് തൊട്ട് മാതാപിതാക്കളുടെ വികാര വിചാരങ്ങൾ കുഞ്ഞിലേക്ക് പകരുന്നുണ്ടെന്നും 0 to 7 വരെയുള്ള കാലഘട്ടം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്നും ആ സമയത്തുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് പിൽക്കാലത്തുണ്ടാകുന്ന സ്വഭാവവിശേഷങ്ങൾക്ക് കാരണമാകുന്നെന്നും പറഞ്ഞു. അതോടൊപ്പം ഉലകനാൻ സാർ പറഞ്ഞപ്പോൾ ഒരു ആശയം കൊണ്ടുവന്നു. ശാന്തിയുള്ള അമ്മയ്ക്ക് തലോടലുകൾ കൊണ്ട് അസ്വസ്ഥതകൾ ഇല്ലാതാക്കാവുന്നു. ഇത് തന്നെയാണ് തലയിലെഴുത്ത് തിരുത്താൻ പറ്റുന്ന മാർഗം. അമ്മയുടെ മനസ്സിൻ്റെ ശാന്തി ഇന്ന് കുഞ്ഞുങ്ങളുടെ തലയിലെഴുത്ത് നമുക്ക് തിരുത്താൻ പറ്റും. നമുക്കൊരു അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയിലെഴുത്ത് നമുക്കും മാറ്റാൻ പറ്റും, നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ. എങ്ങനെയെന്ന് ചോദിച്ചാൽ സൈക്കോതെറാപ്പി അതിനുണ്ട്. കൗൺസിലിങ്ങിലൂടെയും സൈക്കോതെറാപ്പിയിലൂടെയും മെഡിറ്റേഷനിലൂടെയും നമുക്ക് മനസ്സിന് ശാന്തി ഉണ്ടാക്കിയെടുക്കാം. അസ്വസ്ഥതകൾ മാറ്റി ശാന്തി ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ തലയിലെഴുത്ത് തനിയെ മാറുമെന്നാണ് ശരിയായതെന്ന് എനിക്ക് തോന്നുന്നു. ഞാനത് കറക്റ്റല്ലേ സാറേ? അങ്ങനെ എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് ഈ നമ്മൾ കൗൺസിലിങ്ങിലും സൈക്കോതെറാപ്പിയിലൂടെയും ചെയ്യുന്നതാണ്. പഴയകാല മുറിവുകൾ മനസ്സിൽ നിന്ന് കരിഞ്ഞു പോയി കഴിയുമ്പോൾ, മനസ്സ് ശാന്തമായി കഴിയുമ്പോൾ നമുക്ക് ശാന്തി കിട്ടും. അങ്ങനെ നമുക്ക് ശാന്തിയിലായിരുന്നുകൊണ്ട് തലയിലെഴുത്തിനെ തിരുത്താം മൈൻഡ്ഫുൾനെസ്സിലായിക്കൊണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് സത്യത്തിൽ ഒരു അവയർനെസ് ടൂളാണ് അല്ലേ. അപ്പൊ നമുക്കിങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ള ഒരു അറിവാണ് നമ്മളിൽ ഈ ചേഞ്ച്. അവയർനെസ് ലീഡ് ടു ചേഞ്ച് എന്നാ പറയുന്നത്. അപ്പം നമ്മളുടെ പ്രോബ്ലം എന്താണ്, അതൊക്കെ കുട്ടിക്കാലം മുതൽ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ കുട്ടിക്കാലം കഴിഞ്ഞ് ഉണ്ടായതായിരിക്കാം. ഏതായാലും ആ പ്രശ്നത്തെ കൃത്യമായിട്ട് ഒരു അവയർനെസ്സിന്റെ തലത്തിൽ അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് പ്രതിവിധിയുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് അറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇതറിയാതെ നമ്മുടെ കൂടെ നമ്മൾ പോകുമ്പോഴത്തൊക്കെ കൊണ്ടുപോകുന്നു, നമ്മൾ അറിയാതെ അത് നമ്മളിൽ പ്രവർത്തിക്കുന്നു, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ജീവിത സാഹചര്യം നമുക്കുണ്ടാകുന്നു. അപ്പൊ നമ്മൾ പറയും നമ്മുടെ തലയിലെഴുത്ത് തിരുത്താൻ പറ്റത്തില്ലെന്ന് പറയും. ആദ്യം എന്താണ് തലയിലെഴുത്തെന്നും എന്തുകൊണ്ടാണ് ഇത് ഉണ്ടായെന്നും ആ സാഹചര്യമല്ല ഇപ്പോൾ എന്നും നമ്മൾ അവയർനെസ്സിന്റെ തലത്തിൽ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പൊ ആ ഒരു പഠനം തീർച്ചയായിട്ടും അതിന് കൂടുതൽ അറിയാനുള്ള ക്ലാസ്സുകൾ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു മാം. വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? സരസ്വതി മാം, കുഞ്ഞോയ് മാസ്റ്റർ, ഗോകുമാർ സാർ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഞാൻ പറയും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. റോയ് സാറ് ഈ ഇന്നത്തെ വിഷയം വളരെ പഠനാർഹമായിട്ടുള്ള, നമ്മളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട നല്ലൊരു വിഷയമാണ്. സമൂഹത്തില് നമുക്കിടയിലൊക്കെ അവിചാരിതമായി എന്തെങ്കിലും അനിഷ്ടകരമായി നമുക്ക് വിഷമമുണ്ടാക്കുന്ന എന്തെങ്കിലും സംഭവിച്ചാൽ അതെൻ്റെ വിധിയാണ്, തലയിലെഴുത്താണ് എന്ന് പറഞ്ഞ് സമാധാനിക്കുന്ന ഒരു ആളുകളാണ് നമുക്ക് കാണാൻ കഴിയുക. യഥാർത്ഥത്തിൽ ഇത് റോയ് സാറ് വളരെ വിശദമായിട്ട് പറഞ്ഞ പോലെ ഇത് പാരന്റിങ്ങിൻ്റെ, മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന
അറിവില്ലായ്മയിൽ നിന്നുണ്ടാകുന്ന അവരുടെ കുട്ടികളെ വളർത്തിയെടുക്കുന്നതിൽ ഉണ്ടാകുന്ന പാകപ്പിഴവിൽ നിന്നാണ് ഈ തലവിധി തലയിലെഴുത്തുണ്ടാകുന്നത് എന്ന് പലരും മനസ്സിലാക്കുന്നില്ല. 6 വയസ്സ് 7 വയസ്സോട് കൂടിയിട്ട് കുട്ടിയുടെ സ്വഭാവങ്ങളൊക്കെ രൂപം കൊള്ളുന്നുണ്ട്. അത് സാറ് പറഞ്ഞു. ഈ സ്വഭാവ രൂപീകരണത്തിന്റെ പിന്നിൽ ഗർഭധാരണം മുതൽക്കുള്ള ഈ മാറ്റങ്ങൾക്കും എല്ലാത്തിൻ്റെ പിന്നിലുള്ളത് മാതാപിതാക്കളുടെ ഇടപെടലുകളും അവരുടെ ലാളനയും സംരക്ഷണവും ഒക്കെ തന്നെയാണെന്ന് സാറിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇതിന് പകരം നമ്മൾ പലരെയും പഴിക്കുകയാണ് ചെയ്യുന്നതോടെയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കൊക്കെ ഭാവി തലമുറക്ക് എന്തെങ്കിലും ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ ഉപകാരപ്രദമായ ഒരു വിഷയമാണിത്. നമ്മൾ സ്വഭാവം നമ്മൾ വിധിയാണെന്നും പറഞ്ഞ് നമ്മൾ കാലം കഴിച്ചതുകൊണ്ട് പ്രയോജനമില്ല. അതിൻ്റെ കാരണം മാതാപിതാക്കളാണ്. ഇനി നമ്മളെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത് പുതിയ ഭാവി തലമുറക്ക് ഇത് ബോധവാന്മാരാക്കി കൊടുക്കുക, അതേ നമുക്ക് ചെയ്യാനുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ തലയെഴുത്ത് മാറ്റാൻ അത് നമുക്ക് കഴിയുമെന്നാണ് ഇപ്പോൾ സാബുസാറും ഇതിലൊക്കെ സൂചിപ്പിച്ചത്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ടൊന്ന് ഒരു വിവരം ഉണ്ടായാൽ അതിനെപ്പറ്റി അറിയുന്ന ആളുകൾ നമുക്ക് ഇതിൻ്റെ അവതരിപ്പിച്ചാൽ വളരെ ഉപകാരപ്രദമായിരുന്നു എന്ന് എനിക്ക് നിർദ്ദേശമുണ്ട്. വളരെ നന്ദി സർ. റോയ് സാർ വളരെ നന്നായിരുന്നു സർ. താങ്ക് യു എവരിബഡി. ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു. റോയ് സാർ എന്തൊക്കെ പറയാൻ പറഞ്ഞോളൂ. സാറേ, ഒരു കാര്യം കൂടി, ഞാൻ ഈ വ്യത്യസ്തമായ മാനസിക നിലകളാണ് ഈ കാര്യങ്ങളിലൊക്കെ പ്രധാനമായി ഈ തലയിലെഴുത്തിൽ സഹായിക്കുന്നത്. കാരണം ഒന്ന്, മാതാപിതാക്കളിൽ നിന്നും മുതിർന്നവരിൽ നിന്നും കണ്ടുപിടിച്ച പെരുമാറ്റ രീതി, അതായത് ഉപദേശിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, സംരക്ഷിക്കുന്നതും ഒക്കെ. അതുപോലെ തന്നെ സാഹചര്യങ്ങളെ യുക്തിപരമായും വസ്തുനിഷ്ഠമായും വിശകലനം ചെയ്യുന്നു. സ്വതന്ത്രമായി മുൻവിധിയില്ലാതെ വിവരങ്ങൾ ശേഖരിച്ച് തീരുമാനങ്ങൾ എടുക്കുക എന്ന് പറയുന്നതും, അതുപോലെ കുട്ടിക്കാലത്തെ വികാരങ്ങൾ, ആഗ്രഹം, പ്രതികരണം, സന്തോഷം, ഭയം, വാശി, ഇതെല്ലാം ഈ തലയിലെഴുത്തിന് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഏതായാലും ഞാൻ കുറേ തിടുക്കത്തിലാണെങ്കിലും കുറേ പോയിന്റുകൾ പറഞ്ഞുള്ളെങ്കിലും ഉലയനാൻ സാറ് ഗർഭത്തിലിരിക്കുമ്പോൾ ഉണ്ടാകുന്നത് എങ്ങനെ ഫോം ചെയ്യുന്നതാണെന്നുള്ളത് വളരെ ഭംഗിയായി എക്സ്പ്ലെയിൻ ചെയ്തു. താങ്ക് യു സാർ. ഞാൻ അത്ര എക്സ്പ്ലെയിൻ ചെയ്തില്ലെങ്കിലും സാർ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളും മറ്റതും ഒക്കെ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അതങ്ങനെ വന്ന സാഹചര്യങ്ങളിൽ നിന്നും എന്താണ് പറ്റിയത് എന്ന് മനസ്സിലാക്കി നമുക്ക് തിരുത്താനുള്ള ഒരു അവസരം വന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഉള്ളപ്പോൾ കുട്ടിയെ കൊണ്ട് നുണ പറയിപ്പിക്കരുത്, പിരിവുകാർ വന്നപ്പോൾ ഇങ്ങനെ പറയിക്കരുത് എന്ന് പറഞ്ഞതും, അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിച്ച കുട്ടി സിനിമാ തിയേറ്ററിൽ ചെന്നപ്പോൾ 4 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഒക്കെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നത്, വളരെ അച്ചടക്കവും ചിട്ടയോടും കൂടി ജീവിച്ച ഒരു കുടുംബത്തിൽ ഒരു സംഭവമാണ് ആ കുട്ടികളിലെ മാനസികമായി ചില വ്യത്യാസങ്ങളുണ്ടായി. ഇതിങ്ങനെയൊക്കെ ആയാലും കുഴപ്പമില്ല എന്ന്, എൻ്റെ മാതാപിതാക്കൾ കുഴപ്പമില്ല എന്ന് നോക്കുന്ന ഒരു സാഹചര്യം. അപ്പൊ ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കിയാൽ ഈ തലയിലെഴുത്ത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കിയെടുക്കണം. അത് എന്നുള്ള ഒരു കാര്യവും കൂടിയാണ്. ഏതായാലും ഇതിനെ പ്രതികരിച്ച, അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്ന എല്ലാവരോടും ഞാൻ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സർ. റോയ് സാറെ, ഒരു വാചകം വളരെ സന്തോഷം. നമ്മളെ പറയുന്നുണ്ടോ? സാർ, എനിക്ക് ഒരു പോയിന്റോട് പറയാനുള്ളത്, നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ അകാരണമായ ശിക്ഷ നൽകുന്നത്, അകാരണമായ ശിക്ഷ
അത് അവന്റെ മനസ്സിൽ മുറിവുകൾ വളർത്തിയെടുക്കുകയും അത് അവന്റെ തലയിലെഴുത്തുകയായി അവൻ ആരിൽ നിന്ന് ശിക്ഷ കിട്ടിയാലും ഒന്നും സംഭവിക്കാൻ പോണില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറുമ്പോൾ നമ്മൾ പറയും ഇത് എന്തൊരു കുട്ടികളാണ്, ആവശ്യമില്ലാതെ തല്ലുകൊള്ളുന്നു. ഇതെല്ലാം അവനെ അവന്റെ തലയിൽ ആ മുറിവ് കൂട്ടി അവന്റെ തലയിലെഴുത്ത് നല്ല കട്ടിയിൽ അവൻ എഴുതുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് മാതാപിതാക്കൾ അകാരണമായ ശിക്ഷകൾ ഒഴിവാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊന്ന് ഓർപ്പിച്ചെന്നേ ഉള്ളൂ സർ. നമസ്കാരം. നമസ്കാരം. ആ, മാതാപിതാക്കളാണ് കുട്ടികളെ കൂടുതലും ഈ തലയിലെഴുത്തുണ്ടാക്കുന്നത്. കാരണം മഴ പെയ്താൽ, മഴ നനഞ്ഞാൽ പനി പിടിക്കും എന്ന് കുട്ടികളോട് പറയും. കുട്ടികൾ, മൃഗങ്ങൾക്ക് ഒന്നും പനി പിടിക്കാറില്ല, അവർ നടന്ന് നനയല്ലേ. അതുപോലെ തന്നെ 3 പക്ഷികളെ കണ്ടാൽ 2 പക്ഷികളെ കണ്ടാൽ ഇന്ന് അടി കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ അങ്ങനെ നിലനിർത്തുന്ന അവരാണ്, രക്ഷകർത്താക്കളാണ്. അവർ കണ്ട് കുട്ടികൾ പെരുമാറും അനുസരിച്ച് വരാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അതുപോലെ സാർ പറഞ്ഞ പോലെ നെഗറ്റീവ് എപ്പോഴും അടി മേടിക്കുന്ന കുട്ടിക്ക് ഒരു നെഗറ്റീവ് സ്ട്രോക്കിംഗ് മതി, ഒരു പോസിറ്റീവ് സ്ട്രോക്ക് കിട്ടുന്നേ ഇല്ല. അപ്പൊ പിന്നെ നെഗറ്റീവ് എങ്കിലും കിട്ടിയാൽ മതി, ജീവിക്കണ്ടേ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. ഓക്കെ, അപ്പൊ എനിവേ താങ്ക് യു. ഇതിന്റെ ടോപ്പിക് ക്ലാസ്സിലുണ്ട് കാണും. നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് ടിയുടെ അടുത്ത ഇനി ഈഗോഗ്രാം മുതൽ ട്രാൻസാക്ഷൻ മുതലുള്ള ടോപ്പിക് മുന്നോട്ട് പോകുന്നതനുസരിച്ച് വീണ്ടും സ്ക്രിപ്റ്റുകളുടെ ക്ലാസ്സുകൾ വരും. അപ്പൊ ഇന്ന് റോയ് സാർ വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തു, കൂടെ ഉള്ളവർ എല്ലാവരും ഷെയർ ചെയ്തു. അപ്പൊ താങ്ക് യു റോയ് സാർ, ഒരിക്കൽ കൂടി നന്ദി, സ്നേഹം അറിയിക്കുന്നു. ഓക്കെ, അപ്പൊ നാളെ നമുക്ക് നാളത്തെ വിഷയം കർക്കടക സൂത്രം. നമ്മൾ കർക്കടകം തുടങ്ങി അല്ലെ? അപ്പൊ കർക്കടകത്തിൽ ശ്രദ്ധിക്കേണ്ട ആരോഗ്യപരമായ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ്. അപ്പൊ നാളെ നമുക്ക് ഇത് കേൾക്കാം. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സീ യു, ബൈ. താങ്ക് യു സർ, ഗുഡ് നൈറ്റ്. റോയ് സാർ എന്നെ ക്ലോസ് ചെയ്തേക്കാവോ? ക്ലോസ് ചെയ്യാം. ക്ലോസ് ഓൾ കൊടുത്താണ്.